ഞാനൊന്ന് കുറ്റിപ്പുറത്തെ സംസ്ഥാന പാതയിലേക്ക് പോകാം. അവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. നമുക്കിപ്പം ജെയ്സൺ ഉണ്ട്. അവിടെ ജെയ്സൺ, ഈ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലും കുരുക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കുരുക്കൊഴിയുന്നതേ ഇല്ലല്ലോ. നേരത്തെ അർജുൻ മട്ടന്നൂർ ഇപ്പം നോക്കിയപ്പോൾ ഇന്നലത്തിന് സമാനമായ രീതിയിലുള്ള വലിയ കുരുക്കാണ് അവിടെയുള്ളത്. 1-1.5 മണിക്കൂറൊക്കെ എടുത്താണ് മുരിങ്ങൂരൊക്കെ താണ്ടി ആളുകൾ ഇപ്പോൾ പോകുന്ന അവസ്ഥയുണ്ടാകുന്നത്. വളരെ സാവധാനമാണ്, ഉറുമ്പ് ചലിക്കുന്നത് പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജെയ്സൺ? അവിടെയും തിരക്കുണ്ടോ? അരുൺകുമാർ, തൃശ്ശൂരിലെ അടുത്തൊരു ഭയാനകമായ പാതയാണ് തൃശ്ശൂർ കുറ്റിപ്പുറം യാത്രയിലൂടെ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അത്തരമൊരു അനുഭവമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കുരുക്കെന്ന് പറയുന്നത് ശോഭ സിറ്റി, പുഴയ്ക്കിലെ ശോഭ സിറ്റി പ്രദേശമാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇവിടെ ആണ് ഏറ്റവും വലിയ കുരുക്കുണ്ടാകുന്നത്. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ചെറിയ ആശ്വാസമുണ്ട്. പക്ഷേ എങ്കിൽ പോലും വലിയ രീതിയിലുള്ള കുരുക്ക് നിരന്തരമായി അനുഭവപ്പെടുന്ന ഒരു സ്ഥലം. ഏകദേശം 1.5 മണിക്കൂറിലധികം ഇവിടെ വാഹനങ്ങളിൽ ആളുകൾക്ക് കുടുങ്ങിക്കിടക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മുൻ എം എൽ എ അനിൽ അക്കരെ നമ്മുടെ എന്താ ഈ റോഡിൻ്റെ യഥാർത്ഥ പ്രശ്നം? ഇത് 2018 പ്രളയത്തിൽ പൂർണ്ണമായി തകർന്ന റോഡാണ്. ഈ റോഡിന് വേണ്ടി റീബിൽഡ് കേരളയിൽ 285 കോടി രൂപ ജർമ്മൻ സഹായത്തോടെ നൽകിയതാണ്. 2021 സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി ഈ റോഡിൻ്റെ ഉദ്ഘാടനം നടത്തി നിർമ്മാണം ആരംഭിച്ചത്. പക്ഷെ പിന്നീട് വക മാറ്റിയതിൻ്റെ ഭാഗമായി കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയി. വീണ്ടും പണി ആരംഭിച്ചു. പക്ഷേ ആദ്യം നിർമ്മിക്കേണ്ടതായിട്ടുള്ള 6 പാലങ്ങൾ ഇവിടെ നിർമ്മിക്കാനുണ്ടായിരുന്നു. അതിനകത്ത് 4 പാലങ്ങളുടെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഇനി 3 മാസം കഴിയാതെ ആ പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയില്ല. കാരണം അത്രയേറെ വെള്ളത്തിൽ നിൽക്കുന്ന പ്രദേശമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1.5 മീറ്റർ താഴെയുള്ള പ്രദേശമായതുകൊണ്ട് ഇനി ആ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായാൽ മാത്രമാണ് ഇവിടെ ശരിയായ രീതിയിലുള്ള ഗതാഗതം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മാത്രമല്ല, ഈ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് 2 സമാന്തര റോഡുകൾ നിർമ്മിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അതും ചെയ്തില്ല. അതാണ് അതിനകത്തെ ഒരു പ്രധാനമായിട്ട് അരുൺകുമാർ പറയുന്നത്. പക്ഷേ പോലീസിനെ മനസ്സിലായി.